നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിയുക്ത മന്ത്രിയും മാനന്തവാടി എംഎൽഎയുമായ OR കേളുവിന് പിണറായി ദേവസ്വം വകുപ്പ് നിഷേധിച്ചത് എന്തുകൊണ്ട്? മുൻ മന്ത്രി കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് വിജയിച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കാണ് OR കേളു എത്തുന്നത്. വയനാട് ജില്ലയിൽ നിന്നുള്ള CPMന്റെ ആദ്യ മന്ത്രിയാണ്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത്. ദേവസ്വവും പാർലമെന്ററി കാര്യവും നൽകിയില്ല. CPM സംസ്ഥാന സമിതിയാണ് OR കേളുവിനെ മന്ത്രിയായി തീരുമാനിച്ചത്. വിവിധ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും CPM സംസ്ഥാന സമിതി തീരുമാനിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ നിന്ന് CPM സംസ്ഥാന സമിതിയിലെത്തുന്ന ആദ്യ പട്ടികവർഗ നേതാവാണ് OR കേളു. പാർട്ടിയുടെ ആദിവാസി വിഭാഗം പോഷക സംഘടനയായ ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായ OR കേളു സംവരണ മണ്ഡലമായ മാനന്തവാടിയിൽ നിന്നുള്ള നിയമസഭാ അംഗമാണ്. ജില്ലയിലും സംസ്ഥാനത്തും പട്ടികവർഗക്കാരെ പാർട്ടിയോട് അടുപ്പിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് 52കാരന്റെ മന്ത്രിസഭാ പ്രവേശനം. ഇക്കഴിഞ്ഞ CPM വയനാട് ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി കുറിച്ചിയ സമുദായക്കാരനായ കേളു തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാനും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗവുമാണ്. 2 പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ കേളു സജീവ സാന്നിധ്യമാണ്. തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ ഇടയൂർക്കുന്ന് വാർഡിൽ നിന്ന് 2000-ൽ ഗ്രാമപഞ്ചായത്ത് അംഗമായാണ് തുടക്കം. പിന്നീട് 2005-ലും 2010-ലുമായി തുടർച്ചയായി 10 വർഷം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി. 2015-ൽ തിരുനെല്ലി ഡിവിഷനിൽ നിന്നുള്ള മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമാണ്. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയെ തോൽപ്പിച്ച മാനന്തവാടി നിയോജക മണ്ഡലം MLA ആയി. CPM വയനാട് ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെയാണ് 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാനന്തവാടിയിൽ നിന്ന് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20,111 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ രാധാകൃഷ്ണൻ വിജയിച്ചത്. 2019-ൽ UDF-ലെ രമ്യ ഹരിദാസ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ് ഇക്കുറി രാധാകൃഷ്ണൻ പിടിച്ചെടുത്തത്. സൗമ്യനാണ് OR കേളു. രാഷ്ട്രീയത്തിന് അതീതമായി ആർക്കും എപ്പോഴും സ്വീകാര്യൻ. ബഹളങ്ങളൊന്നും തന്നെ ഇല്ലാതെ മണ്ഡല വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനം. ഏറ്റവും താഴേക്കിടയിൽ നിന്ന് ഘട്ടം ഘട്ടമായി വളർന്ന രാഷ്ട്രീയ പാരമ്പര്യം. OR കേളു വന്ന ജനപ്രതിനിധിയെ വയനാട്ടിലെ പിന്നാക്ക മണ്ഡലങ്ങളിലൊന്നായ മാനന്തവാടി ചേർത്ത് പിടിച്ചത് ഇതൊക്കെ കൊണ്ടാണ്. മന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് PK ജയലക്ഷ്മിയെ അട്ടിമറിച്ച് നിയമസഭയിലെത്തിയ കേളു MLA പദവിയിൽ ഇത് 2ാം തവണയാണ്. മാനന്തവാടി പട്ടികജാതി സംവരണ സീറ്റിൽ CPM സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ പതിറ്റാണ്ടുകൾ നീണ്ട പൊതുപ്രവർത്തന പാരമ്പര്യമായിരുന്നു അദ്ദേഹത്തിന് കരുത്തായത്. 1970-ൽ ഓലഞ്ചേരി പുത്തൻമിറ്റം രാമൻ അമ്മു ദമ്പതികളുടെ മകനായി കാട്ടിക്കുളം മുള്ളൻകൊല്ലിയിലാണ് OR കേളുവിന്റെ ജനനം. ദാരിദ്ര്യ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം കാട്ടിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു. പഠനകാലത്ത് അവധി ദിവസങ്ങളിൽ മാനന്തവാടി പഴശ്ശി പാർക്കിലെ നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു. 1985 മുതൽ പനവിലയിൽ സ്വകാര്യ തോട്ടങ്ങളിൽ കൂലിപ്പണിക്കാരായി. പയ്യമ്പള്ളി മൊടാമറ്റം എസ്റ്റേറ്റിലും മാനന്തവാടി പഴശ്ശി പാർക്കിലും കൂലിത്തൊഴിലാളിയായി പണിയെടുത്തിരുന്നു. പിന്നീട് കുടകിലെ തോട്ടങ്ങളിലും കൂലിപ്പണി ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്തി. 1999-ൽ തൃശ്ശിലേരി പവർലൂമിൽ ദിവസവേതനക്കാരനായിരുന്നു അദ്ദേഹം. ഇപ്പോഴും വാഴയും കപ്പയും നെല്ലും വിളയ്ക്കുന്ന പശുവിനെയും കോഴിയെയും വളർത്തുന്ന കർഷകനാണ്. 1998-ൽ നയനാർ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയപ്പോൾ അയൽക്കൂട്ടം കൺവീനറായാണ് കേളു പൊതുരംഗത്തേക്ക് എത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ ആദിവാസി വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും പഠന നിലവാരം ഉയർത്തുന്നതിനും ആരംഭിച്ച പഠന വീട് എന്ന പദ്ധതി ഏറെ പ്രശംസ പിടിച്ചുപറ്റി. 2015-ൽ തിരുനെല്ലി ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടു. വയനാടിനെ CPMന്റെ ചെങ്കോട്ടയായി തിരുനെല്ലിയെ മാറ്റുന്നതിൽ കേളു എന്ന നേതാവിന്റെ പങ്ക് വലുതാണ്. CPM വയനാട് ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരവെയാണ് 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാനന്തവാടിയിൽ നിന്ന് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. ബത്തേരിയും കൽപ്പറ്റയും കൈവിട്ടപ്പോഴും മാനന്തവാടിയിൽ CPMന് ജയിക്കാനായത് കേളു എന്ന ജനപ്രതിനിധിയുടെ ജനകീയത ഒന്നുകൊണ്ട് മാത്രം. ആദ്യ തെരഞ്ഞെടുപ്പിൽ 1307 വോട്ടിനാണ് ജയലക്ഷ്മിയെ തോൽപ്പിച്ചത് എങ്കിൽ രണ്ടാമത് ജയലക്ഷ്മിയുമായുള്ള മത്സരത്തിൽ OR കേളുവിന്റെ ഭൂരിപക്ഷം 9282 ഉയർന്നു. മാനന്തവാടി മണ്ഡലത്തിലുടനീളം നടപ്പാക്കിയ വികസന പദ്ധതികൾ തന്നെയാണ് ജനപ്രതിനിധി എന്ന നിലയിൽ OR കേളുവിന്റെ ശക്തി. 2021-ൽ തെരഞ്ഞെടുപ്പിൽ ഓരോ കവലയിലും നടപ്പാക്കിയ വികസന പദ്ധതികൾ ഉയർത്തിയായിരുന്നു പ്രചാരണം. വിദ്യാഭ്യാസ മുന്നേറ്റം ലക്ഷ്യമാക്കി ഉജ്ജ്വലം സമഗ്ര വിദ്യാഭ്യാസ പരിപാടി നടപ്പാക്കി. പട്ടികവർഗ വിഭാഗങ്ങൾ കൂടുതലായും തിങ്ങിപ്പാർക്കുന്ന തിരുനെല്ലി മേഖലയിൽ സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കിയ സേവാസ് പദ്ധതിയും
ഏറെ വിജയം കണ്ടു. ജില്ലയിലെ ഏക സേവാസ് ഗ്രാമപഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടത് തിരുനെല്ലിയെയാണ്. പാർട്ടിയുടെ ആദിവാസി വിഭാഗം പോഷക സംഘടനയായ ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായ കേളു നിലവിൽ CPM സംസ്ഥാന സമിതി അംഗം കൂടിയാണ്. മാനന്തവാടിക്കാരുടെ കേളുവേട്ടൻ മന്ത്രിയാകുമ്പോൾ ജീവൽ പ്രശ്നങ്ങളുടെ ദുരിതകയത്തിലാണ് വയനാട് ജില്ല ഇപ്പോൾ ഉള്ളത്. ചുരം കയറി ഇറങ്ങി അയൽനാട്ടുകളിൽ അഭയം തേടിയാണ് ഇന്നും ഈ നാട് അവരുടെ പ്രതിസന്ധികൾക്ക് പ്രതിവിധി തേടുന്നത്. വന്യമൃഗങ്ങളുമായുള്ള സംഘർഷവും കാർഷിക പ്രതിനിധികളും വികസനമില്ലായ്മയും പറഞ്ഞു മടുത്ത പരാതികളാണ് വയനാടിന് ഇപ്പോഴുമുള്ളത്. ജീവിതമല്ലെങ്കിൽ മരണമെന്ന രീതിയിൽ കഴിയുന്നതിന് മുകളിലുള്ള വാളായി നിൽക്കുന്ന വന്യജീവി സംഘർഷങ്ങൾ എന്നും കുരുക്കിലകപ്പെടുത്തിയിരിക്കുന്നത് ചുരത്തിലെ ഓരോ ജീവനെയുമാണ്. അടിയന്തര ചികിത്സാ സൗകര്യങ്ങൾ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം, അങ്ങനെ വയനാട്ടിലെ പുതിയ മന്ത്രി പരിഗണിക്കേണ്ട വിഷയങ്ങൾ നിരവധിയാണ്. ഇതൊന്നുമല്ല കാതലായ വിഷയം. പിണറായി വിജയനൊപ്പം നയനാർ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ പിണറായി മന്ത്രിസഭയിൽ അംഗമായപ്പോൾ അദ്ദേഹത്തിന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനൊപ്പം ദേവസ്വവും പാർലമെന്ററി കാര്യവും നൽകിയിരുന്നു. എന്നാൽ OR കേളു മന്ത്രിയാകുമ്പോൾ ദേവസ്വവും പാർലമെന്ററി കാര്യവും മാറ്റി. എന്തുകൊണ്ടായിരിക്കും ഇത്? തീർച്ചയായും പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാർക്കുള്ള പകിട്ടും ചന്തവും ഒന്നും OR കേളുവിന് ഉണ്ടാകണമെന്നില്ല. എന്നാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് OR കേളു. ജീവിതമാണ് അദ്ദേഹത്തിന്റെ സമരവഴി. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് രാധാകൃഷ്ണൻ സർക്കാർ വിരുദ്ധ വികാരങ്ങളെല്ലാം അതിജീവിച്ചത്. ആലത്തൂരിൽ നിന്നും ജയിച്ച OR കേളുവും കെ രാധാകൃഷ്ണനെ പോലെയുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. രാധാകൃഷ്ണന് ദേവസ്വം നൽകിയതിൽ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ വിശ്വസ്തർക്കും ഇഷ്ടക്കേട് ഉണ്ടായിരുന്നതായി വാർത്തകൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് തരിമ്പും താല്പര്യമില്ലാത്ത ഒരാളാണ് രാധാകൃഷ്ണൻ. സംസ്ഥാനത്ത് അധികാരത്തിന്റെയും അല്ലെങ്കിൽ ധിക്കാരത്തിന്റെയും താൻ പോരായ്മയുടെയും രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ച് കെ രാധാകൃഷ്ണൻ ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ CPMലെ ചില നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയാണുള്ളത്. കേരളത്തിൽ ജയിച്ചത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. കെ രാധാകൃഷ്ണൻ ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സന്തോഷമേയില്ല. പക്ഷേ KK ശൈലജയും ഐസക്കും തോറ്റതിൽ പിണറായിക്ക് ആഹ്ലാദമുണ്ട്. കെ രാധാകൃഷ്ണനെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിയമിക്കുമ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി മുൻ MP A സമ്പത്തിനെയും നിയമിച്ചു. പട്ടികജാതി വികസന വകുപ്പിലെ മുഖ്യമന്ത്രിയുടെ നോമിനിയായ മന്ത്രിയായിരുന്നു സമ്പത്ത്. അങ്ങനെ അവിടെ 2 അധികാര കേന്ദ്രങ്ങളുണ്ടായി. ഒടുവിൽ സമ്പത്തും മന്ത്രിയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടി. അങ്ങനെ സമ്പത്തിനെ ഒഴിവാക്കണമെന്ന് മന്ത്രി എഴുതി നൽകി. കെ രാധാകൃഷ്ണൻ എന്ന വിട്ടുവീഴ്ചയില്ലാത്ത നേതാവിനെ മെരുക്കാനായിട്ടാണ് A സമ്പത്തിനെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത്. EK നയനാർ മന്ത്രിസഭയിൽ പിന്നാക്കക്ഷേമ മന്ത്രിയും അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ നിയമസഭാ സ്പീക്കറുമായിരുന്ന കെ രാധാകൃഷ്ണൻ വളരെ വിപുലമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. പിണറായി വിജയനൊപ്പം മന്ത്രിയായിരുന്ന വ്യക്തിയാണ് രാധാകൃഷ്ണൻ. ഇത്രയും സീനിയറായ ഒരു നേതാവ് തന്റെ കയ്യിൽ ഒതുങ്ങില്ല എന്ന് പിണറായി കരുതിയെങ്കിൽ അദ്ദേഹത്തെ തെറ്റു പറയാനാവില്ല. അതുകൊണ്ടാണ് ഗ്ലാമർ വകുപ്പിന് അദ്ദേഹത്തിന് നൽകാതിരുന്നത്. രാധാകൃഷ്ണൻ ആരെയും തലയിലെടുത്ത് പ്രതിഷ്ഠിക്കുന്ന ഒരു നേതാവെയല്ല. സ്വന്തം കാര്യം സുതാര്യവും സത്യസന്ധവുമായി നോക്കി മുന്നോട്ടു പോകുന്ന നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അപ്രധാനമായ ഒരു വകുപ്പും നൽകി ഒതുങ്ങുകയാണ് പിണറായി ചെയ്തത്. മുമ്പ് AK ബാലനോട് ചെയ്തതും ഇതുതന്നെയായിരുന്നു. ബാലൻ നിയമവകുപ്പ് പോലെ ഒരു പ്രധാന വകുപ്പ് നൽകി. രാധാകൃഷ്ണന് ദേവസ്വം വകുപ്പും നൽകിയെങ്കിലും അത് ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കുന്നതാണ്. പരിണിത പ്രജ്ഞനായ രാധാകൃഷ്ണൻ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആരെയും പിണക്കാതെ പക്വതയാർന്ന തീരുമാനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതും സമ്പത്തിനെ നിയമിക്കാൻ ഒരു കാരണമായിട്ടുണ്ട്. രാധാകൃഷ്ണനുമായി ഒരു കയ്യകലം പിണറായിക്കുണ്ട്. ആ വകുപ്പിൽ നടക്കുന്ന ദൈനംദിന കാര്യങ്ങൾ അറിയാൻ മുഖ്യമന്ത്രിക്ക് വിഷമം ഉണ്ടായിരുന്നു. സമ്പത്ത് വന്നതോടുകൂടി ആ വിഷമം അങ്ങ് മാറി. സമ്പത്തിനെ പോലെ ഇത്രയും അനുസരണശീലമുള്ള നേതാക്കൾ CPMൽ കുറവാണ്. സമ്പത്തിനെ പോലെ മുഖ്യമന്ത്രിയോട് കൂറുള്ള നേതാക്കളും കുറവാണ്. ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രതിനിധിയായി സമ്പത്തിനെ നിയമിച്ചത് തന്നെ പിണറായിക്ക് അദ്ദേഹത്തോടുള്ള പ്രതിബദ്ധത കാരണമാണ്. സമ്പത്തിന് ക്യാബിനറ്റ് റാങ്ക് നൽകിയത് പിണറായിക്കുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. സമ്പത്തിനെതിരെ നിരന്തരം വാർത്തകൾ വന്നിട്ടും പിണറായി അതൊന്നും കൂസാക്കിയില്ല. മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ള സമ്പത്ത് ലാവ്ലിൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൃത്യമായി ഇടപെട്ടിരുന്നു. ഡൽഹി സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരുമായി അടുപ്പം പുലർത്തുന്ന സമ്പത്തിന് കേരള സർക്കാരിന് ഡൽഹിയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. കൊറോണ കാലത്ത് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്തിയിട്ട് മടങ്ങിപ്പോയില്ല. കെ രാധാകൃഷ്ണന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ സമ്പത്തിന് നിയമിച്ചത് ഒരു മന്ത്രി എന്ന നിലയിലും പട്ടികജാതി വിഭാഗത്തു നിന്ന് സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർന്നു വന്ന നിലയിലും രാധാകൃഷ്ണന്റെ എല്ലാ നേട്ടങ്ങളെയും കഴിവിനെയും പരിഹസിക്കുന്നതിനും തുല്യമാണ് എന്നാണ് കൊടിക്കുന്നിൽ പറയുന്നത്. സമ്പത്ത് ഷാഡോ മിനിസ്റ്ററാണ് എന്നാണ് കൊടിക്കുന്നിൽ അന്ന് പറഞ്ഞത്.
കഴിവുറ്റ സാമാജികനും സ്പീക്കറും മന്ത്രിയും നേതാവുമായി കഴിവ് തെളിയിച്ച കെ രാധാകൃഷ്ണന് മേലെ കൂടിയെ സമ്പത്തിനെ പോലെ ഒരു നേതാവിനെ ഷാഡോ മിനിസ്റ്ററായി നിയമിച്ചത് അദ്ദേഹത്തിന്റെ കഴിവുകളിലും ഭരണ മികവിലും അദ്ദേഹത്തിന്റെ സ്വത്വത്തിലും CPM വിശ്വസിക്കുന്നില്ല എന്നതിന്റെയും CPMന്റെ ദളിത് സ്നേഹം കേവലം തൊലിപ്പുറത്ത് മാത്രമുള്ളതാണ് എന്ന് തെളിയിക്കാൻ കൂടിയായിരുന്നോ എന്ന സംശയവുമുണ്ട്. കെ രാധാകൃഷ്ണന്റെ റിമോട്ട് കൺട്രോൾ ആയിട്ടാണോ പിണറായിയുടെ പ്രീതി പിടിച്ചു പറ്റിയ എ സമ്പത്തിനെ നിയമിച്ചത് എന്നും അങ്ങനെയെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള ആർജവം രാധാകൃഷ്ണൻ കാണിക്കണമെന്ന് അന്ന് അഭിപ്രായം ഉയർത്തിയിരുന്നു. ഒപ്പം തന്നെ എ സമ്പത്ത് എന്ന CPM വെള്ളാനയെ നികുതി പണം നൽകി നിരന്തരം പരിപോഷിപ്പിക്കുന്ന നടപടി എന്ത് കാരണത്താലാണ് CPM അണികൾ തന്നെ ചോദിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലൊരാളെ മറ്റൊരു മന്ത്രിയുടെ കൂടെയും നിയമിക്കാതെ കെ രാധാകൃഷ്ണന്റെ ഓഫീസിൽ സൂപ്പർ മന്ത്രിയായി അവരോധിച്ചത് ദളിതരോടുള്ള CPM അവഹേളനത്തിന്റെ പുതിയ രീതിയായിരുന്നു. സമ്പത്തിന്റെ നിയമനത്തിൽ എതിർപ്പുള്ള നിരവധി നേതാക്കൾ CPMൽ ഉണ്ടായിരുന്നു. സമ്പത്തിന് വളരെ മികച്ച ശമ്പളവും സ്റ്റാഫും കാറും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പാർട്ടി നൽകി. ഇത് രാധാകൃഷ്ണനെ ഒതുക്കാനുള്ള തന്ത്രമായിരുന്നു. രാധാകൃഷ്ണന്റെ വകുപ്പിന് പണം അനുവദിക്കാൻ പോലും ധനമന്ത്രി KN ബാലഗോപാൽ തയ്യാറായില്ല. ദേവസ്വം വകുപ്പിനെ പൊളിക്കാൻ തുടക്കം മുതൽ പിണറായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും കടകംപള്ളി സുരേന്ദ്രനെ പോലെ പിണറായിയുടെ അടിമയായി നിൽക്കാൻ രാധാകൃഷ്ണൻ തയ്യാറായിരുന്നില്ല. ശബരിമലയിൽ പിണറായി നിർദ്ദേശിച്ച മറ്റ് മാറ്റങ്ങളൊന്നും നടപ്പാക്കാൻ രാധാകൃഷ്ണൻ തയ്യാറായില്ല. രാധാകൃഷ്ണനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാൻ ഒരു അവസരത്തിൽ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പിണറായി. അങ്ങനെയാണ് അദ്ദേഹം MP ആയത്. OR കേളു എന്ന മന്ത്രി തനിക്ക് വഴങ്ങുന്നത് കൊണ്ടല്ല പിണറായി ദേവസ്വം ഏൽപ്പിക്കാതിരുന്നത്. ഇപ്പോൾ പിണറായി മന്ത്രിസഭയിൽ അദ്ദേഹത്തിന്റെ വിശ്വാസൻ മന്ത്രി VN വാസവനാണ്. ദേവസ്വം വാസവനെ ഏൽപ്പിച്ചാൽ തനിക്ക് ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി കരുതുന്നു. OR കേളുവിന്റെ പരിചയക്കുറവ് ദേവസ്വം ഭരണത്തെ ബാധിക്കുമെന്ന് പിണറായി കരുതുന്നില്ല. ദേവസ്വം വകുപ്പ് പിണറായിയുടെ ദൗർബല്യമാണ്. വിശ്വാസ ലംഘനങ്ങൾ പിണറായിയുടെ ഇഷ്ടവിഷയവും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റതോടെ പിണറായിക്ക് വിശ്വാസികളോടുള്ള വിരോധം വർദ്ധിച്ചു. BJPയോടുള്ള വളർച്ചയ്ക്ക് കാരണം ഹിന്ദുക്കളാണ് എന്ന് പിണറായി കരുതുന്നുണ്ട്. പൂർണ്ണ വിശ്വസ്തനായ വാസവനെ ദേവസ്വം ഏൽപ്പിച്ച ആ വകുപ്പിന്റെ പണി തീർക്കാമെന്ന് മുഖ്യൻ കരുതുന്നു. പാർലമെന്ററി വകുപ്പ് കൂടി ഏറ്റെടുത്ത് ദേവസ്വം വകുപ്പ് മാത്രം ഏറ്റെടുത്തു എന്ന് അറിയാതിരിക്കാനാണ്. OR കേളു എന്ന സാധാരണക്കാരനായ കമ്മ്യൂണിസ്റ്റിനെ സഹായിക്കാൻ CPM നേതൃത്വത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കൾ തലസ്ഥാനത്ത് ഉണ്ടായിരുന്നിട്ടും കേളുവിൽ നിന്ന് 2 നല്ല വകുപ്പുകൾ വലിച്ചു പറിച്ചിട്ടും ആരും മിണ്ടിയിട്ടേയില്ല. ഒരു കെ രാധാകൃഷ്ണനെ കൂടി സൃഷ്ടിക്കാൻ പിണറായി തയ്യാറല്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്.